ഒരക്ഷരം മിണ്ടാത്ത, അവരുടെ ചെറുവിരൽ പോലും അനക്കാത്ത ചില നേതാക്കളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്ന് ഈ സമരത്തിലിരിക്കുന്ന സ്ത്രീകളെ മുഴുവൻ ഉദ്ധരിച്ച് അവരുടെ മുഴുവൻ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ചില സമര നാളുകളിൽ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വരെ വന്നിരുന്നു. അവരോട് പല വിധത്തിൽ ഞങ്ങളുടെ പരാതികൾ നാം പറയുമ്പോൾ അവരൊക്കെയും പറഞ്ഞത് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അല്ലെങ്കിൽ ഉന്നതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താം, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നഗരസഭ കടൽഭിത്തി പൊളിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതെ ഇതൊക്കെയും ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധയിലെത്താമെന്ന്. പക്ഷേ നാം മനസ്സിലാക്കുകയാണ്, അതേ പാർട്ടികളുടെ തന്നെ, അതേ പാർട്ടിയിൽപ്പെട്ട തന്നെ മന്ത്രിമാർ അല്ലെങ്കിൽ നേതാക്കന്മാർ ചേർന്നുകൊണ്ട് നമ്മെ അടിച്ചൊതുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അവരാരും അത് അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്. ഇങ്ങനെയും ചില നേതാക്കന്മാരുണ്ട്, അതായത് അവർ എന്തൊക്കെയും അറിഞ്ഞാലും അറിഞ്ഞില്ല എന്ന് നടിക്കും. പല സംഗതികളും പറയുമ്പോൾ ഇതൊക്കെയും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്നുള്ള രൂപത്തിൽ അവർ നമ്മെ പൊട്ടന്മാരായിട്ട് ചിത്രീകരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇവർ തിരിച്ചറിയേണ്ടതുണ്ട്, ഈ ജനത എപ്പോഴും ഇങ്ങനെ പൊട്ടന്മാരായിട്ടിരിക്കുകയില്ല. അവർക്ക് ബുദ്ധിയുണ്ട്. അവർ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഏത് കാലവും നിങ്ങളുടെ കാലിനടിയിൽ നിൽക്കാൻ വേണ്ടി ജനിച്ചവരല്ല അവർ കാര്യങ്ങൾ തിരിച്ചറിയും, മനസ്സിലാക്കും. എന്നിട്ട് നിങ്ങളുടെ ഈ ജനവികാരത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഈ ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളെ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും തന്നെ ചെയ്യും. എനിക്ക് അഭിമാനമുണ്ട്, എന്റെ കൂടെ സമരം ചെയ്യുന്ന വളരെ പ്രായം ചെയ്യുന്ന സഹോദരിമാരുടെയൊക്കെ ആവേശം നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ അത്ഭുതം കൂറിപ്പോകാറുണ്ട്. ഇവിടെ അറസ്റ്റ് സംഭവിക്കും അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രചരണം വന്നപ്പോൾ ഒരിക്കലും തന്നെ ഓടിപ്പോകാനല്ല നമ്മുടെ സഹോദരിമാർ തീരുമാനിച്ചത്. അവർ അറസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. എന്റെ കൂടെ ഒരു സഹോദരി പറഞ്ഞു, നാളെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്നൊക്കെ ഒന്ന് ക്ലാസ് എടുത്തു തരണമെന്ന്. അതുപോലെ തന്നെ മറ്റു ചില സഹോദരിമാർ ഞങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി അല്ലെങ്കിൽ അറസ്റ്റിനെ നേരിടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനം തോന്നുന്നു. ഇവർ തീർച്ചയായിട്ടും ഈ സമരത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മറ്റു ചില സഹോദരിമാർ എന്നും അവിടെ അറസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരാണ്. അവർ അതിനുള്ള സജ്ജീകരണങ്ങൾ എടുത്തുകൊണ്ടാണ് വരുന്നത്. അവർ പറയും ഇന്ന് അറസ്റ്റ് ചെയ്തെങ്കിലോ. അപ്പോൾ അറസ്റ്റിനെ പേടിച്ചുകൊണ്ട് ഓടിപ്പോകാൻ തയ്യാറല്ല ഇവിടെയുള്ള സമരത്തിൽ ഇരുന്നിരിക്കുന്ന വനിതകളും അതുപോലെ തന്നെ പുരുഷന്മാരും. അത് തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ വിജയമായിട്ട് കാണുകയാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നലെ എം എൽ എയോട് പറയുന്ന ചർച്ചയ്ക്ക് വിളിച്ച ആ സന്ദർഭത്തിൽ എം എൽ എയോട് 6 മാസത്തെ അവധി ചോദിക്കുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ പറയുകയുണ്ടായി, ഈ 6 മാസം അവധി ചോദിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ വെട്ടിപ്പാലത്ത് ഒരു ദിവസം പോലും തങ്ങാൻ സാധ്യമല്ല എന്ന്. ശരിയാണത്. കാരണം അവരിവിടെ വന്ന് ഈ പെട്ടിപ്പാലത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കുവാൻ, ഇവിടുത്തെ മാലിന്യം ഡംപ് ചെയ്ത സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കുവാൻ പോലും തയ്യാറാകാത്ത ഈ ആളുകളാണ് നമ്മോട് വീണ്ടും 6 മാസത്തെ അവധി ചോദിക്കുന്നത്. ആ എം എൽ എക്ക് അന്ന് ഇന്നലെ മറുപടി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ദിവസം പോലും താമസിക്കാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് മറുപടി പറയുകയുണ്ടായില്ല. ഇങ്ങനെ മറുപടി പറയാതെ ചൂളിപ്പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മറുപടി പറയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മൗനത്തിന് അടിമകളായിക്കൊണ്ട് നിൽക്കുന്ന മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശക്തിയുടെ മുന്നിൽ, നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ ശക്തിയുടെ മുന്നിൽ, നമ്മുടെ സമരത്തിന് മുന്നിൽ തീർച്ചയായും പക്ഷെ അവർ ഇനിയും പല വാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരും. ഇനിയും നമുക്കിടയിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് അവർ വരും. തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ ഇതൊക്കെയും തിരിച്ചറിഞ്ഞതുപോലെ, ഇതുവരെ നമ്മളിതൊക്കെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ വിജയം കാണുന്നത് വരെ ഒരിക്കലും നാം പിന്തിരിയാൻ പാടില്ല. ഇവിടെ ബ്രാൻഡ് പാടില്ല, അതുപോലെ തന്നെ മാലിന്യം പാടില്ല എന്നുള്ള നമ്മുടെ ആ ഉറച്ച നിൽപ്പിൽ തന്നെ നാം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിനെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമരം ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഇവിടേക്ക് ഇതിനെ ശക്തമായിട്ട് അടിച്ചൊതുക്കാൻ അവർ തയ്യാറാകാത്തത് തന്നെ അവരെന്തിനെയോ ഭയക്കുന്നുണ്ട്. നമ്മുടെ ശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ഒന്നിച്ചു നിന്നാലുള്ള ആ ശക്തമായിട്ടുള്ള നീക്കത്തെ അവർ ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരാത്തത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്തിനേയും നേരിടാനുള്ള തയ്യാറെടുപ്പ് കൂടി
കൂടി എന്തിനോ നേരിടാനുള്ള കരുത്തോടു കൂടിയിട്ട് തീർച്ചയായും നാം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമരം വിജയിപ്പിക്കാനാകും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മനോഹരമായ കടൽ തീരത്തെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനാകും എന്ന് നാം ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കുക. തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഒന്നാം ദിവസം നാം പറഞ്ഞ ആ വാക്കുണ്ട്, അതായത് നമ്മുടെ ശവക്കൂനകൾക്ക് മേലെ മാത്രമേ ഇങ്ങോട്ടേക്ക് മാലിന്യ വണ്ടി വരാൻ പാടുള്ളൂ എന്ന്. അത് ഉറപ്പിച്ചുകൊണ്ട് ഇത് അവസാനം വരെയും ആ വാക്കുകൾ ഉറപ്പിച്ചുകൊണ്ട് അതിനു മുമ്പേ ഇവിടെ പ്ലാന്റ് ഇല്ല അല്ലെങ്കിൽ പ്ലാന്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു ഇതിനിടയിൽ നമ്മൾ സമരം നിർത്തിയിട്ട് പോകാൻ പാടില്ല. കാരണം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നാം സമരം മാലിന്യ നിക്ഷേപത്തെക്കാൾ വലിയ ഒന്നാണെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും ഒരു വാദഗതിക്കും ഒരു പ്രലോഭനങ്ങൾക്കും നമ്മെ പിന്തിരിപ്പിക്കാൻ പാടില്ല, നാം പിന്തിരിയാൻ പാടില്ല. ഈ 85 ദിവസം നാം കാത്തു സൂക്ഷിച്ച ഈ സമരം അതിന്റെ അവസാനം വരെ, ആ വിജയത്തിലെത്തുന്നത് വരെ നാം ഓരോരുത്തരും ഒന്നിച്ചുകൊണ്ട് ഇതിനെ വിജയത്തിലെത്തിക്കുമെന്ന് നാം തിരിച്ചറിയുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുക. തീർച്ചയായും നമ്മുടെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഈ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ ആ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ നാം തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയും ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം നാം നന്മയ്ക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് നാം സമരം ചെയ്യുന്നത്. എന്തെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നാം സമരം ചെയ്യുന്നത്. നാം സമരം ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് നല്ലൊരു ശുദ്ധവായും അതുപോലെ തന്നെ നല്ലൊരു നാടും തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഈ സമരം തീർച്ചയായും ഈ ധാർമ്മിക സമരം വിജയത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സമര സഖാക്കൾക്കും ഒരിക്കൽ കൂടി വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.